പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു പാവപ്പെട്ട സ്വഹാബി റസൂലുള്ളാന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അൻസാരിയായ സഹാബിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ആ അൻസാരിയെ ചെന്ന് കാണ്, അവൻ നിന്നെ സഹായിക്കും. ഈ സ്വഹാബി അൻസാരിന്റെ വീട്ടിലെത്തി. ആ വീട്ടിൽ ചെന്നപ്പോ കാണുന്നത് എന്താന്ന് ചോദിച്ചാ, കത്തിത്തീരാറായ ഒരു മെഴുകുതിരി, അതിന്റെ അടിഭാഗം ഒരൽപ്പം മാത്രമുള്ള അതിന്റെ അടിഭാഗം എടുത്ത് കളഞ്ഞതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യനോട് ഇങ്ങനെ ദേഷ്യപ്പെടുക, ഉപദേശിക്കുക. അത് കണ്ട സ്വഹാബി തിരിച്ചു വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, അവൻ എന്നെ സഹായിക്കൂല, കാരണം പിശുക്കനാ, ഒന്നും തന്നിട്ടില്ല, മാത്രല്ല ചോദിക്കുന്നതിന്റെ മുൻപേ അവന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. കത്തിത്തീരാറായ ഒരു മെഴുകുതിരി കളഞ്ഞതിന്റെ പേരിൽ ഭാര്യനെ ഉപദേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നീ ചെല്ല്, അവൻ എന്നെ സഹായിക്കും. 3 തവണയും തിരിച്ചു വന്ന ആ സ്വഹാബിനെയും കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിയും കൂട്ടിയിട്ട് ആ സ്വഹാബത്തിന്റെ വീട്ടിലെത്തി, അൻസാരിന്റെ വീട്ടിലെത്തി. എന്നിട്ട് ചോദിച്ചു, അൻസാരി, താങ്കളുടെ ഒരു സഹായം കിട്ടാൻ വേണ്ടി പറഞ്ഞയച്ചതായിരുന്നു ഞാൻ ഇവനെ. പക്ഷെ താങ്കൾ കത്തിത്തീരാറായ ഒരു മെഴുകുതിരിയുടെ കുറ്റിക്ക് വേണ്ടി ഭാര്യനെ ഉപദേശിക്കുന്നത് കേട്ട് താങ്കൾ പിശുക്കനാണ്, തരില്ല എന്ന് കരുതി തിരിച്ചു പോന്നതാണ് ഈ സ്വഹാബി. ഉടനെ അകത്ത് ചെന്ന് അല്പം നാണയങ്ങൾ എടുത്ത് ഈ സാധുവായ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ അൻസാരി പറയുന്നൊരു വാക്കുണ്ട്, സഹോദരാ, ഞാൻ നിന്നെ സഹായിക്കാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും ഞാൻ കണ്ടെത്തുന്ന പണം ഇതുപോലെ മിച്ചം പിടിച്ചിട്ടാ. കത്തിത്തീരാറായ ഒരു മെഴുകുതിരിയുടെ കുറ്റിയെടുത്ത് കളഞ്ഞതിനല്ല ഞാൻ അവളെ ശകാരിച്ചത്. ആ മെഴുകുതിരിയുടെ കുറ്റി എനിക്കൊരു ദിനം കൂടി കത്തിക്കാമായിരുന്നു. ആ കത്തിക്കുന്നത് കൊണ്ട് ഞാൻ മിച്ചം പിടിക്കുന്ന എന്റെ സമ്പാദ്യം കൊണ്ടാണ് സഹോദര നിന്നെയും നിന്നെപ്പോലെ പട്ടിണി കിടക്കുന്നവരെയും ഞാൻ സഹായിക്കുന്നതെന്ന് കണ്ണുനീരോടെ ആ സ്വഹാബി പറയുമ്പോൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയതിന്റെ പേരിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ ഇരുന്നിട്ട് ആ സ്വഹാബി കരയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെലവാക്കുന്ന പണം അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അത് നാളെ പടച്ച റബ്ബിന്റെ ഖബറിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് സംരക്ഷണം ഒരുക്കും. എന്റെ പ്രിയപ്പെട്ട എന്റെ മുൻപിലിരിക്കുന്ന CH-ന്റെ പ്രവർത്തകന്മാരോട്, ഈ റിലീഫിന്റെ പ്രവർത്തകന്മാരോട് മനസ്സ് തട്ടിയിട്ടാ ഞാൻ പറയുന്നത്, ഈ പ്രവർത്തനങ്ങൾ നാളെ പടച്ച റബ്ബിന്റെ ഖബറിലേക്ക് കിട്ടണം എന്ന പ്രതീക്ഷയോടെയാണെങ്കിൽ ഈ ചെലവഴിക്കപ്പെടുന്ന നിമിഷങ്ങളും അധ്വാനിക്കുന്ന അധ്വാനങ്ങളും പിരിച്ചെടുക്കുന്ന പണവും നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ താക്കോലുകളായി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖബറിൽ വെച്ച് തന്നെ കാണാൻ സാധിക്കും. അതല്ല തൻപോരിമയും ആളുകൾക്കിടയിലുള്ള പ്രശസ്തിയും ആളുകളെ അറിയിക്കാനുള്ള വ്യഗ്രതയും മറ്റേതെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുമാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എല്ലാം ധൂളികളായി നശിക്കുന്നത് കണ്ട് ആമിലത്തുൻ നാസിബ തസ്ലാ നാറുൻ ഹാമിയ, കത്തിച്ചൊലിക്കുന്ന അഗ്നികുണ്ടാരങ്ങളിലേക്ക് ഞാനും നിങ്ങളും പതിക്കാതിരിക്കണമെങ്കിൽ നാളെ തിരിച്ചു പോകേണ്ട പടച്ച റബ്ബിന്റെ യാത്രയിൽ അല്ലാഹുവിന്റെ മുൻപിൽ ഒരു കാപട്യവുമില്ലാതെ എനിക്കെന്റെ റബ്ബിനെ കൺകുളിർക്ക കണ്ടു നിൽക്കണം എന്ന നിയ്യത്താണെങ്കിൽ അവരെയാ അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, തീർച്ചയായും അവർ ചെലവാക്കുന്നതും കൊടുക്കുന്നതും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാ. നമ്മളെ ഓരോ നാട്ടിലും രോഗികൾ നമ്മളെ കാത്തിരിക്കുകയാ, അല്ലേ? ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു കഥയുണ്ട്. സഹാബാക്കളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുമ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിലെത്തുമ്പം അള്ളാഹു ചിലരോട് ചില ചോദ്യം ചോദിക്കും. അവര് നമസ്കരിച്ചവരായിരിക്കും, അവര് നോമ്പനുഷ്ഠിച്ചവരായിരിക്കും, അവര് ഖുർആനുകൾ ഖതമുകൾ ഓതി തീർത്തവരായിരിക്കും, അവർ അള്ളാഹുവിന്റെ കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്തവരായിരിക്കും. എന്നിട്ടും അവരോട് അള്ളാഹു വെറുപ്പോടെ ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ രോഗിയായി കിടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സംരക്ഷിക്കാനും സഹായിക്കാനും വന്നില്ല? അത്ഭുതത്തോടെ ഈ അടിമകൾ തിരിച്ചു ചോദിക്കും, യാ റബ്ബ് അൻത മരീദ്, റബ്ബേ നീ രോഗിയാവുകയോ? നിനക്കെങ്ങനെയാ റബ്ബേ രോഗം? ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഉടനെ അള്ളാഹു തിരിച്ചു ചോദിക്കും, നിന്റെ നാട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സഹോദര വിശ്വാസങ്ങൾക്കിടയിൽ, നിന്റെ ഉമ്മത്തിൽ ഏറെ ക്ലേശത അനുഭവിച്ച് ജീവിക്കുന്നവരെ നീ അറിഞ്ഞിരുന്നോ? അവരുടെ വേദന അറിയാനും അവരുടെ സങ്കടങ്ങൾ അറിയാനും ഒരല്പ നേരമെങ്കിലും നീ അവർക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നോ? ഇല്ലല്ലോ. ഞാനായിരുന്നു ആ രോഗി, എന്നെ നീ സന്ദർശിച്ചിട്ടില്ലല്ലോ എന്ന് അല്ലാഹു പറയുമ്പോ അബദ്ധം കൊണ്ട് കൈവരലുകൾ കടിക്കുന്ന ആളുകളെ പറ്റിയും
ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു പ്രവാചകന്റെ സഹാബാക്കളങ്ങൾ നോക്കൂ, എങ്ങനെ മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമോ അതിനെല്ലാ വഴിയും അവർ തിരഞ്ഞെടുത്തിരുന്നു എന്നാണ്. ഞാൻ പറയാറുണ്ട്, രണ്ടക്ഷരമേ CH എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും വിറക് വെട്ടികളും അല്ലെങ്കിൽ ഏതോ കച്ചവട തൊഴിലാളികളുമായിരുന്ന ഒരു മുസ്ലിം ഉമ്മത്തിനെ, ഈ മുസ്ലിം സമൂഹത്തെ, ഈ സമുദായത്തെ നെഞ്ചും വിരിച്ച് സമൂഹത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുൻപിൽ അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത രണ്ടക്ഷരമാ CH എന്ന അക്ഷരം. ആ അക്ഷരത്തിന്റെ പേര് കേൾക്കുമ്പോഴേക്കും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അലയൊലികൾ നമ്മളെ മനസ്സിൽ ഉയരുന്നുണ്ടെങ്കിൽ, ഒരായുസ് കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ആ ഒരു സമ്പാദ്യം, ആ സമ്പാദ്യമായിരിക്കണം നാളെ മണ്ണിന്റെ അടിയിലേക്ക് കടക്കുമ്പോ എനിക്കും നിങ്ങൾക്കും നാട്ടുകാര് നൽകേണ്ട സമ്പാദ്യം. സഹാബാക്കളോട് മദീനത്തെ മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഹാബത്തെ, നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം, നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം? സഹാബാക്കൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയും, റസൂലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തല്ലേ ഇഷ്ടം. എനിക്ക് തോട്ടമുണ്ട് നബിയെ, എനിക്ക് വാഹനമുണ്ട് നബിയെ, എനിക്ക് 2 ചുവന്ന ഒട്ടക കൂട്ടങ്ങളുണ്ട് നബിയെ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സ്വത്തുക്കൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിച്ച മക്കൾ കൊണ്ടുപോകാനുള്ളതല്ലേ, അത് ഞങ്ങൾക്ക് ഉപകാരപ്പെടൂലല്ലോ. മക്കൾ അതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ അത് മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ. മദീന മിമ്പറിൽ വെച്ച് കണ്ണുനീരോടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് കിട്ടുന്ന അനന്തര സ്വത്ത് എന്താണെന്നറിയോ? അത് നമ്മൾക്ക് നമ്മളെ വാപ്പാരേന്ന് കിട്ടിയ അനന്തര സ്വത്തല്ല. അനന്തര സ്വത്ത് നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിക്കണമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്, നാളെ നമ്മളെ മയ്യത്ത് മരിച്ചിട്ട്, അല്ലെങ്കിൽ ആ മരിച്ച മയ്യത്തിനെ മണ്ണ് കൊണ്ടുവെക്കുമ്പം അറിയാത്ത ഒരാളെങ്കിലും മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അത് എനിക്കും ഇങ്ങൾക്കും കവറിലേക്ക് കിട്ടുന്ന അനന്തര സ്വത്താ. അത് എനിക്കും ഇങ്ങൾക്കും പടച്ചോണ്ടരികിലേക്കുള്ള വലിയ ആശ്വാസ. ഞാൻ ഈ അടുത്ത ദിവസം കേട്ടിട്ടുണ്ട്, ഒരു CH പ്രവർത്തകൻ ഒരു കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ആരും അറിയാതെ ആ കുടുംബത്തെ സഹായിച്ചു. അപ്രതീക്ഷിതമായി ആ നാട്ടിലൊക്കെ വലിയ വാർത്ത, അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വന്നു, കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ സമയത്താണ് ആ നാട്ടിലേക്ക് വന്ന ഒരു മുച്ചക്ര വണ്ടിയിലുള്ള മനുഷ്യൻ ഈ മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നത്. ആൾക്കാർ ചോദിച്ചു, നിങ്ങളെ ആരെങ്കിലും ആണോ അദ്ദേഹം? അല്ല. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ബേജാറായിട്ട് അയാൾക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്? ഈ മുച്ചക്ര വണ്ടിക്കാരൻ തിരിച്ചു പറഞ്ഞത്, എൻ്റെ വീട്ടിലെ അടുപ്പ് പുകയുന്നത് ആ മനുഷ്യനെ കൊണ്ടാണ്. ലോകത്താരറിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ മക്കളെയും കുടുംബത്തെയും ഭക്ഷണം കൊണ്ടും മരുന്നുകൊണ്ടും എന്നെ സഹായിക്കുന്ന ആ മനുഷ്യന്റെ ആയുസിന്റെ ബലം കൊണ്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നതെന്ന് പറയുമ്പോ, നാളെ മരിച്ച് മണ്ണിന്റെ അടി കിടന്നാലും അൽഹംദുലില്ലാ എന്ന്, അല്ലെങ്കിൽ റബ്ബേ ആ കബറൊന്ന് നന്നാക്കണേ റബ്ബേ എന്ന് ഒരാളെങ്കിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അനന്തര സ്വത്താ. ഈ ലോകത്തുനിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യാണത്. ആ സമ്പത്ത് നേടാനാ സഹാബത്ത് പണിയെടുത്തതും. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ ആരോ വന്ന് മദീനത്തെ പള്ളിയിൽ ഉറക്കെ പറഞ്ഞു, മക്കയുടെ അതിരിൽ ഒരു സാധു വൃദ്ധ ഒറ്റക്ക് താമസിക്കുന്നുണ്ട്, കിടക്കുന്നിടത്ത മലവും വിസർജനമൊക്കെ. അത് കേട്ട സിദ്ദീഖുൽ അക്ബർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരുതി, നാളെ മുതൽ ആ പെണ്ണിനെ, ഉമ്മാനെ ഞാൻ സംരക്ഷിക്കും. പിറ്റേന്ന് നേരം വെളുത്ത് മദീനത്തെ പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു വേഗം ആ സ്ഥലത്തേക്ക് എത്തി. ആ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് എന്താ? കുളിച്ച് ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് ആ വൃദ്ധ ഇങ്ങനെ കിടക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ ആരാ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്ത്? ആ വൃദ്ധ പറഞ്ഞു, എനിക്കറിയൂല മോനെ, ഏതോ ഒരു മനുഷ്യൻ കയറി വന്നു, എന്നെ മാറ്റിക്കിടത്തി, എൻ്റെ വിസർജ്യങ്ങൾ വാരി എന്നെ കുളിപ്പിച്ചു, എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു, എന്നിട്ട് എന്നോടൊരു സലാമും പറഞ്ഞ് അവൻ ഇറങ്ങി ഓടുന്നതും ഞാൻ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു കരുതി, ഇതാർക്കോ ഒരു ദിവസത്തേക്ക് തോന്നുന്നതാ, നാളെ നോക്കാം. പിറ്റേന്നും ആ വൃദ്ധ നല്ല ഭംഗിയിൽ തന്നെ. മൂന്നാമത്തെ ദിവസം അതാരാണെന്നറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഈത്തപ്പനയുടെ മറവിൽ സുബഹിന്റെ മുൻപേ കാത്തിരുന്നു. സുബഹിക്ക് മുൻപേ കാത്തിരിക്കുന്ന സമയത്ത് മദീന പള്ളിയിൽ തഹജ്ജുദിന്റെ വാങ്ക് കേട്ടപ്പോ ആ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഇരുട്ടത്തൊരാളിറങ്ങി ഓടുന്നത് ഉമർ ബിൻ ഖത്താബ് കണ്ടു. ആ ഓടുന്ന മനുഷ്യൻ ഓടി വന്നത് ഈ വൃദ്ധയുടെ വീട്ടിന്റെ അരികിലേക്കാ. അകത്തേക്ക് കയറി ആ ഉമ്മാനെ മാറ്റിക്കടത്തി വിസർജ്യം വാരി ഭംഗിയായി കുളിപ്പിച്ച് ആ ഉമ്മാനെ വസ്ത്രം ധരിപ്പിച്ച് ആ ഉമ്മായോട് സലാം പറഞ്ഞ് തിരിച്ചോടുമ്പോ ഉമർ ബിൻ ഖത്താബ് പറയുന്നു,
മദീനത്തെ പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് മദീന പള്ളിയിലേക്ക് ഓടുന്ന ആ മനുഷ്യന്റെ മുഖം കണ്ട് ഞാൻ അമ്പരന്നു പോയി. അന്ന് മക്കയും മദീനയും ഭരിച്ചിരുന്ന ഖലീഫ സിദ്ദീഖുൽ അക്ബർ ആയിരുന്നു ആ ഇരുട്ടത്ത് ആ ഉമ്മാനെ സംരക്ഷിച്ചോടിയിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യരെ. ആ സംരക്ഷണമാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ, ഈ സമുദായത്തിന്റെ പാവപ്പെട്ടവരുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനെല്ലാമുള്ള ഉത്തരമാണ് CH സെന്റർ. ആ CH സെന്ററിന്റെ ആനുകൂല്യങ്ങളും അതിൽ നിന്നും അനുഭവിക്കുന്ന സമാധാനവും ആയിരക്കണക്കിന് അശരണരായ ആളുകൾക്ക് ഏറെ സമാധാനവും സന്തോഷവും നൽകുന്നുണ്ടെങ്കിൽ അതിനെ ചലിപ്പിക്കുക, അതിനെ നിലനിർത്തുക, നാളെ പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമായി അതെന്നും ഒരു പ്രകാശ ഗോപുരമായി ഈ സമൂഹത്തിന്റെ മുൻപിൽ നെഞ്ചും വിരിച്ചു നിൽക്കുക എന്നുള്ളത് ഓരോ മുസൽമാന്റെയും ബാധ്യതയാ. കാരണം ഇതാളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതാളുകളുടെ പണങ്ങൾ മോഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും കള്ളക്കണക്കുകൾ ഉണ്ടാക്കി പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്നും കാലിയാകുന്ന കാശിന്റെ പേരിൽ ന്യായീകരിച്ചുകൊണ്ട് ഏതെങ്കിലും മീഡിയകൾക്ക് മുൻപിൽ വായിട്ടലയ്ക്കാൻ വേണ്ടിയിട്ടല്ല, അവനവന്റെ കിടപ്പാടങ്ങളും കെട്ടിടങ്ങളും അവനവന്റെ ബിൽഡിങ്ങുകളും വലുതാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. മറിച്ചിന്നമാ നുതിമുക്കും ലിവജ്ഹില്ല, ഇതെന്റെ റബ്ബിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, എന്റെ റബ്ബിന്റെ മാർഗത്തിൽ നിലനിൽക്കുന്ന ഈ സൗദം എന്റെ കാലശേഷവും നിലനിൽക്കണം എന്ന നിയ്യത്തോടെ പ്രവർത്തിക്കാനും പണിയെടുക്കാനും അള്ളാഹുവിന്റെ കൽപ്പന, ഓരോ നന്മയിലും മുന്നേറാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ചും ശരീരം ഉപയോഗിച്ചും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണം. കാരണം നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ പറ്റുക പള്ളിയുടെ മിനാരങ്ങൾക്ക് താഴെയല്ല, മുസല്ലയുടെ ഉള്ളുകൾക്ക് മാത്രമല്ല, കഅബാലയത്തിങ്കൽ മാത്രമല്ല, ഏഴാനാകാശത്തിന്റെ ഉപരിലോകത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ മാത്രമല്ല നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ സാധിക്കുക. റബ്ബിനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് പരീക്ഷണങ്ങളിൽ ഇടറി ജീവിക്കുന്ന ഓരോ പരീക്ഷണക്കാരന്റെയും ഇടയിൽ നാഥന്റെ കാത്തിരിപ്പുണ്ട്. ആ പരീക്ഷിക്കപ്പെടുന്നവരെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ, ആ പട്ടിണി കിടക്കുന്നവനെ അവര് സംരക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ, അങ്ങനെ സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നിങ്ങൾ വരുന്നുണ്ടോ എന്നറിയാൻ അള്ളാഹു കാത്തിരിക്കുന്നു. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ 5 വക്ത് നിസ്കരിച്ചാൽ മാത്രം പോരാ, നെറ്റിത്തടത്തിലെ നിസ്കാരത്തഴമ്പ് പോരാ, ഉടുക്കുന്ന പർദ്ദകളും മഫ്തകളും പോരാ, ഓതി തീർക്കുന്ന ഖുർആൻ പോരാ, ചെയ്തു കൂട്ടുന്ന ഉംറയും ഹജ്ജും പോരാ. മറിച്ച് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ, എന്റെ റബ്ബനോട് കാരുണ്യം കാണിക്കാൻ എന്റെ റബ്ബനെ പഠിപ്പിച്ച, തീർച്ചയായും പരലോകത്ത് വലിയ തണലാക്കി റബ്ബ് തരുന്ന അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സൽക്കർമ്മങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങിയേ മതിയാകൂ. കാരണം ഓരോ കണ്ണുനീരിനും 2 സ്വഭാവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിനു പോലും 2 സ്വഭാവങ്ങളുണ്ട്. ഒന്നാമത്തെ സ്വഭാവം, മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലേക്ക് കയറിച്ചൊന്ന് നോക്കുക. പരിശോധിച്ച ഡോക്ടർമാര് എഴുതി കൊടുക്കുന്ന കുറിപ്പുമായി നെഞ്ചുപൊട്ടിക്കരയുന്ന ആയിരങ്ങൾ ഇപ്പോഴും ഓരോ വരാന്തലകളിലുമുണ്ട്. ആ കണ്ണീരും സങ്കടങ്ങളുമായി എന്ത് ചെയ്യണമെന്ന വെപ്രാളത്തിൽ സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി കണ്ണുനീർ ചാലുകൾ ചോരത്തുള്ളികളായി ഒഴുകി വരുമ്പോ ജാതിമതഭേദമന്യേ ആരോ പറഞ്ഞു കൊടുക്കുന്നു, നേരെ മറുഭാഗത്ത് CH എന്ന സെന്റർ ഉണ്ട്, അവിടെ ചെന്ന് നോക്കൂ, എന്തെങ്കിലും ആശ്വാസം കിട്ടും, അല്ലെങ്കിൽ വയറ് നിറയാനുള്ള ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ ടിഫിൻ പാത്രത്തിൽ കോരിക്കൊണ്ടുപോകാനുള്ള കഞ്ഞിയെങ്കിലും കിട്ടും. പ്രതീക്ഷയോടെ, ആശയോടെ ആ നിമിഷം വരെ കണ്ണുനീരിന് ഉപ്പ് മാത്രം കണ്ടിരുന്ന ആ മനുഷ്യൻ തന്റെ കയ്യിലുള്ള പൊതികളുമായി, അല്ലെങ്കിൽ കൈകളിലുള്ള കാര്യങ്ങളുമായി CH സെന്ററിലേക്ക് കയറി വരുന്നു, സ്വീകരിച്ചിരുത്തുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അവന്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധ്യമാകുന്നത് ചെയ്തു കൊടുക്കുന്നു. ആ സാധ്യമാകുന്നത് ഒരു മരുന്നിന്റെ പെട്ടിയാണെങ്കിൽ CHന്റെ വരാന്തകളിൽ ആ പെട്ടിയും പിടിച്ച് കണ്ണ് നിറഞ്ഞു നിൽക്കുന്നവന്റെ കണ്ണുനീരിന് ഉപ്പിന്റെ രസമല്ല, അത് കാരുണ്യത്തിന്റെ രസമാ, അത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും രസമാ. ജാതി നോക്കാതെ, മതം നോക്കാതെ പരസ്പരം കൊലവിളിക്കാൻ വേണ്ടി രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടാക്കി തമ്മിൽ വാളോന്നുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നിറമോ ജാതിയോ കുലമോ മണമോ പണമോ നോക്കാതെ ചേർത്ത് പിടിക്കുന്നവന്റെ കണ്ണുനീരിന് സ്നേഹത്തിന്റെ അളവുണ്ട്. കണ്ണുനീരിന് പോലും അർത്ഥമുണ്ടാക്കുന്ന വാക്കാണ് CH സെന്റർ എന്ന വാക്ക്. അതുകൊണ്ട് തന്നെ ആ CH സെന്റർ നിലനിന്നേ മതിയാകൂ. വരാനിരിക്കുന്ന പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ ചിന്തകളിൽ
ആ CH സെന്റർ ഉണ്ടാകണം. സ്വതക്കകളിൽ, ദാനധർമ്മങ്ങളിൽ, പരസ്പരം ആളുകളോട് പരിചയപ്പെടുത്തുന്നതിൽ ആളുകൾ പരിഹസിക്കട്ടെ. ഞാനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഒരാളെ നേരെ CHന്റെ ഒരു ലെക്കോട്ട് നീട്ടിക്കൊടുക്കുമ്പോ ഒരറപ്പും വിചാരിക്കേണ്ടതില്ല. പിശുക്കനാവട്ടെ, മറ്റേതെങ്കിലും വിഭാഗമാകട്ടെ. കാരണം അതൊന്നും നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല, എനിക്കും നിങ്ങൾക്കും അടുപ്പ് പകയ്ക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹജീവി സ്നേഹത്തിനു വേണ്ടി ലെക്കോട്ട് കൊടുക്കുമ്പം പരിഹസിക്കുന്നവന്റെ മുഖത്തു നോക്കി ആർജവത്തോടെ പറയാൻ പറ്റണം, ഇത് എന്റെ മരണാനന്തര ലോകത്തേക്കും എന്റെ ദൈവം എന്നെ പഠിപ്പിച്ച സഹജീവി സ്നേഹത്തിനുമാണെന്ന്. ആ നെഞ്ചുറപ്പോടുകൂടി നമുക്കത് കൊടുക്കാനും നമുക്കത് സംഘടിക്കാനും നമുക്കത് ചേർന്ന് നിന്ന് സമ്പാദ്യമായി CHനെ സഹായിക്കാനും സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ആ പേര് പറഞ്ഞിട്ടാണ് പിരിക്കുന്നതെങ്കിൽ പലപ്പോഴും ഇന്ന് മുസ്ലിം സമൂഹത്തിലുള്ള ഒരു ധാരണ, ഒരാളെ പറഞ്ഞ് ഫണ്ട് പിരിച്ചാൽ പിന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന. ലോകത്തെ ഉലമാക്കൾ, ലോകത്തെ സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തി, നിങ്ങൾ ഒരാളോട് ഒരു വിഷയം പറയുമ്പോൾ ആ സ്ഥാപനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, ആ പ്രതീക്ഷയിലാണ് അവർ പണം നൽകുന്നതെങ്കിൽ നിങ്ങളത് അവർക്ക് വേണ്ടി തന്നെ ചെലവാക്കണം. കാരണം ഒരു പക്ഷേ മഹല്ലുകളിൽ 100 150 കുടുംബങ്ങളെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകൂ. CH സെന്ററിനെ കാത്തിരിക്കുന്നത് മലബാറും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കാസർഗോഡ് മുതൽ വയനാട് മുതൽ തമിഴ്നാട് മുതൽ അതോടൊപ്പം കേരളത്തിന്റെ നിരവധി ജില്ലകളിൽ നിന്നും കേരളത്തിന്റെ പുറത്തുള്ളവരിൽ നിന്നും ആയിരക്കണക്കിന് കുടുംബങ്ങൾ, ആയിരക്കണക്കിന് മഹല്ലുകൾ CH സെന്ററിനെ കാത്തിരിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് കോഴിക്കോടുള്ള CH സെന്ററിനെ, ആ സെന്ററിന് വേണ്ടി നമ്മൾ പണം പിരിക്കുന്നുണ്ടെങ്കിൽ അതതിന്റെ കൃത്യമായ കാര്യങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുറപ്പ് വരുത്തലും നമ്മളെ മരണം എളുപ്പമാകാനുള്ള ഒരു സഹായമാകും. കാരണം ഇത് പലരും വകമാറ്റി ഉപയോഗിക്കുന്നു എന്ന അർത്ഥത്തിൽ എന്റെ വാക്കിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ പലരും അത് ഉപയോഗിക്കുന്നുണ്ട്. അറിവില്ലായ്മ കൊണ്ടാവാം. എന്നാലും ഒരു പേര് പറഞ്ഞ് കോഴിക്കോട് CH സെന്ററിന് എന്ന് പറയുമ്പം ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്, ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിൽ വന്നു നിന്നവന് ഈ പേര് മറക്കാൻ സാധ്യമല്ല. അത് കുടുംബക്കാർക്ക് വേണ്ടി വന്നു നിന്നവനാണെങ്കിലും ഒരു രാത്രിയെങ്കിലും ആ ഒരു ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് വരാന്തയിൽ നിന്നവന് ആ മെഡിക്കൽ കോളേജിൽ CH സെന്റർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ഡയാലിസിസുകളായിട്ട്, ഭക്ഷണങ്ങളായിട്ട്, മരുന്നുകളായിട്ട്, ചേർത്ത് നിർത്തലും ചേർത്ത് പിടിക്കലുകളുമായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആളുകളുടെ മനസ്സിൽ കോഴിക്കോട് CH സെന്റർ ഉണ്ട്. കണ്ണുനീരിന് സ്നേഹത്തിന്റെ അളവുണ്ടാക്കി കൊടുക്കുന്നവർ, കണ്ണുനീരിന് മനുഷ്യന്റെ അഭിമാനത്തിന്റെ വിലയുണ്ടാക്കി കൊടുക്കുന്നവർ, ആ തിരിച്ചറിവോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി ഫണ്ട് എടുക്കുന്നവരും അതവിടെ എത്തിയിട്ടുണ്ടെന്നും ആ നിലക്കത് ഉപയോഗപ്പെടുന്നുണ്ടെന്നും ഉറപ്പ് വരുത്തുക എന്നുള്ളതും വിശ്വാസത്തിന്റെയും അതോടൊപ്പം ജാഗ്രതയുടെയും ഭാഗമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം പ്രാർത്ഥനയിലുണ്ടാകണം. 1000 രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതം ഇതിന്റെ ഉപഭോക്താക്കളാവണമെന്ന് റബ്ബ് തീരുമാനിച്ച നാളെ നേരം വെളുക്കുമ്പോഴേക്ക് തന്നെ നമ്മളും CH സെന്ററിന്റെ ഉപഭോക്താക്കളായി മാറും. നേരം വെളുക്കുമ്പം ആഞ്ഞുവലിക്കുന്ന ശ്വാസത്തിന്റെ കൂടെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വേദന. ആശുപത്രിയിലേക്ക് പരിശോധിച്ച സാധാരണ ഡോക്ടർ വേഗം തന്നെ കുറിപ്പെഴുതി പറയുന്നു, നിങ്ങളൊന്ന് മെഡിക്കൽ കോളേജിൽ കാണിച്ചോളൂ. മെഡിക്കൽ കോളേജിൽ വന്ന് ടെസ്റ്റ് ചെയ്തവനോട് വീണ്ടും ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നു, പേടിക്കാനൊന്നുമില്ല, ഞാനൊരു 4-5 ബ്ലഡ് ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട്, ബേജാറാവൊന്നും വേണ്ട, ഒരു സംശയം ഒന്ന് നോക്കട്ടെ, ഇത് മതി നിങ്ങളെയും ജീവിതത്തിന്റെ സർവ്വ സന്തോഷവും അവസാനിക്കാൻ. റിസൾട്ട് കയ്യിൽ കിട്ടുന്നത് വരെ കണ്ണുനീരോടുകൂടി ഹൃദയം നുറുങ്ങി നമ്മൾ സങ്കടപ്പെടാൻ. അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് ഉപകാരപ്പെടാതിരുന്നാലും നാളെ മറ്റൊരാൾക്ക് ഒരിക്കലും കണ്ണു നിറയുന്നൊരവസ്ഥ എൻ്റെ പ്രദേശത്തുണ്ടാവരുത് എന്ന ചിന്തയോടെ അല്ലാഹുവേ അത് നിലനിർത്താൻ, അല്ലാഹുവേ അത് വിജയത്തോടെ മുൻപോട്ട് പോകാൻ, അല്ലാഹുവേ സർവരുടെയും സഹായം കൊണ്ട് ഒരു വിളക്കുമടമായി അത് പ്രകാശിച്ചു നിൽക്കാൻ നീ അനുഗ്രഹിക്കണമേ റബ്ബേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കാരണം കോഴിക്കോട് CH സെന്റർ പലരുടെയും ആശ്രയമാ, 1000 മനസ്സുകളുടെ പ്രതീക്ഷയാ, 1000 കുടുംബങ്ങളെ ആത്മഹത്യകളിൽ നിന്ന് പോലും പ്രതിരോധിച്ച് നിർത്തുന്ന പേരാണ് കോഴിക്കോട് CH സെന്റർ. ഇന്ന് പലരും ചികിത്സയുടെ പേരിൽ കിടപ്പാടങ്ങൾ പണയപ്പെടുത്തി അവസാനം തിരിച്ചു പോകാൻ കൂരയില്ലാതെ, കുടുംബമില്ലാതെ
സർവ്വതും നശിച്ച് വാടക വീട്ടിൽ അന്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ, പലരും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, മരുന്നായും സഹായമായും ഈ സൗദമുള്ള കാലത്തോളം, ഈ പേരുള്ള കാലത്തോളം ഒരു കുടുംബവും സങ്കടപ്പെടരുത് എന്ന നിയ്യത്തോടുകൂടി നിങ്ങൾ സഹായിക്കണം. പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചകളിൽ CH സെന്ററിന് നടക്കുന്ന കലക്ഷനിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എൻ്റെ കയ്യിലുള്ളൊരു ബക്കറ്റ് എൻ്റെ സ്വർഗത്തിന്റെ താക്കോലാവണം എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ഓരോ വരാന്തകളിൽ നിന്നും ആ ഒരു സങ്കടത്തിന്റെ വീർപ്പുമുട്ടലുമായി കണ്ണുനീരോടെ ജീവിക്കുന്നവരുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും കണ്ണുനീരും ആ സമാധാനത്തിന്റെയും രാവുകളാക്കാൻ എൻ്റെ ബക്കറ്റിന് സാധിക്കും, എൻ്റെ ലൊക്കോട്ടിന് സാധിക്കും, എൻ്റെ മിനിറ്റുകൾക്ക് സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ലോകത്തൊരാൾക്കും ഈ ഒരു സന്തോഷത്തെ, ഈ ഒരു മഹാപ്രസ്ഥാനത്തെ, ഈ ഒരു വിജയത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. ആ ഒരു പ്രസ്ഥാനത്തിന്റെ വിജയത്തിനു വേണ്ടി CH സെന്റർ കോഴിക്കോടിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മനോഹരമായ പ്രവർത്തനങ്ങളിലേക്ക് ഇനിയും മുന്നേറാൻ വേണ്ടി ഓരോരുത്തരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പണിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോയ സർവ്വ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ഇതിനേക്കാൾ മനോഹരമായ റബ്ബേ നിന്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഇതിന്റെ പ്രതിഫലം നൽകി, ഇതിന്റെ ഏറ്റവും നല്ല പ്രതിഫലത്തോടുകൂടി നീ ഞങ്ങളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ. നാഥ, അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്ന്, വേദനാജനകമായ നിന്റെ രോഗം മൂലമുള്ള പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും കുടുംബത്തെയും ഞങ്ങളെയും നീ കാത്തിരക്ഷിക്കുകയും ചെയ്യണമേ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി ഇനിയും ഒരുപാട് മനസ്സുകളിലേക്ക് തണലായും സമാധാനമായും CH സെന്റർ കോഴിക്കോടിന് വളരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.